നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകം. 43-ഉം 44-ഉം 2 ശ്ലോകങ്ങളും കൂടി ഇതിൽ ഉണ്ട്. കുന്തിസ്തുതിയിൽ ഓം ത്വയി മേനന്യവിഷയ മതിർമധുമതേ സകൃത രതിമുദ്വഹദാദദ്ധ ഗംഗേ വൗഖമുദന്നതി. മധുപതേ, മധുര, അതായത് മധു എന്ന ദേശത്തിൻ്റെ അധിപതി മധുപതി, അതായത് മധുകൈടഭന്മാരെ വധിച്ചതായിട്ടുള്ള ആ ഭാവമുണ്ട്. അതേപോലെ അത് പിന്നീട് മധുരയായി എന്നുള്ള മധുര മീനാക്ഷി അങ്ങനെയാവാം. ഏതായാലും മധുവിനെ വധിച്ച സ്ഥലം. സ്വതേ മധുകൈടഭന്മാരെ എന്നുള്ളത് അഹങ്കാരവും വഞ്ചനയും ആണ്. മധം, കൈടഭം അത് വഞ്ചനയാണ്, കൈതവം എന്നുള്ള അർത്ഥത്തിൽ അവർ. അപ്പോൾ ആ മധുപതേ, ഈ എന്തുകൊണ്ട് മതമുണ്ടാകുന്നു? ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാണ്, പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളാണ് ഭഗവത്വം ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ അത് ഈ 5 നമ്മെ കീഴടക്കുന്നു. ഭഗവാന്റെ മായയാണത്. അപ്പോൾ അത് എത്രത്തോളം നമ്മിലേക്ക് ഈ അഹം എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വരുന്നു, അതിൽ പെട്ടത് മുഴുവൻ ഇല്ലാണ്ടാക്കാൻ ഈ ഭഗവാൻ മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊരു ഹൃഷികേശൻ, ഇത് വളരെ മധുരമാണ്. നല്ല കാഴ്ചകൾ നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾക്ക് ഒരു ഇഷ്ടം തോന്നുകയാണെന്ന് വെച്ചാൽ അത് പാടില്ലാത്തതാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും അന്യൻ്റെ സ്വർണം അത് നമ്മുടേതാക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അതിനെ നോക്കിക്കഴിഞ്ഞാൽ അത് പാപായി. നമ്മളത് നമ്മുടെ കയ്യൂക്ക് കൊണ്ട് നമ്മുടെ സ്വന്തമാക്കിയെങ്കിൽ അത് ഞാൻ സ്വന്തമാക്കി, എൻ്റെ വീര്യം കൊണ്ടാണ് ഞാൻ സ്വന്തമാക്കിയത്, എനിക്ക് മതമായി. ഇങ്ങനെ കാഴ്ച അത് കേൾക്കലായതിനു ശരി, മറ്റ് 10 ഇന്ദ്രിയങ്ങളിലൂടെ 11 ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്നത് മുഴുവൻ അങ്ങനെ വരാം. അത് മുഴുവൻ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാണ്. അപ്പോൾ അതിനെ വ്യാപ്തിയോട് കൂടിയിട്ട് എടുക്കണം. അപ്പോഴാണ് ഈ മതം കൊണ്ട് അതൊരു മധുരമാണ്. ഈ മധുരമാണ് മതമായിട്ട് മാറുന്നത്. അപ്പോൾ മധുപതിയാണ് ഭഗവാൻ. അല്ലയോ ഭഗവാനെ, അങ്ങ് മേ മതി, എൻ്റെ ഈ ബുദ്ധിയിൽ, ഇപ്രകാരത്തിലുള്ള എൻ്റെ ബുദ്ധി അത് അനന്യ വിഷയ, മറ്റുള്ള വിഷയങ്ങളിൽ പ്രവേശിക്കാതെ കണ്ട്. ഇപ്പം ഞാൻ സമ്പാദിച്ചതായിട്ടുള്ള അതിലാണ് എൻ്റെ മനസ്സ് വരിക. അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, ലോഭമുണ്ടെങ്കിൽ, എതിരച്ഛാലാഭ തുഷ്ടി ഇല്ലെങ്കിൽ, ആസക്തി ഉണ്ടെങ്കിൽ, അപ്പോൾ അതിനെ ഒഴിവാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നത് ഭഗവാനാണ്. അപ്പോൾ എനിക്ക് ആ ഭഗവാനോടാണ് താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് മറ്റൊരു വിഷയത്തിൽ പ്രവേശിക്കാതെ കണ്ട് എൻ്റെ മനസ്സ് ത്വയി, അങ്ങയിൽ, ഗംഗ ഉദന്വതി ഓഘം ഇവ. ഗംഗാനദി എപ്രകാരത്തിലാണോ ഉദന്വതി, ഈ വലിയ ജലാശയത്തിൽ ക്രമേണയായിട്ട് എപ്പോഴും നിരന്തരം ഗംഗ ഈ സമുദ്രത്തിൽ പ്രവേശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓഘം ഇവ, അതൊരു പ്രവാഹമാണ്. അത് തടയുന്നതേയില്ല, ഒഴുക്കാണ്. അങ്ങനെയുള്ള ഒഴുക്ക് ഭഗവാനിൽ എത്തുവാൻ വേണ്ടിയിട്ട് എന്നെ, എൻ്റെ മനസ്സിനെ, എൻ്റെ പ്രവൃത്തിയെ, എൻ്റെ വിചാരങ്ങളെ, എൻ്റെ വാക്കുകളെ മുഴുവൻ ഭഗവാങ്കൽ അങ്ങോട്ട് എത്തിക്കണം. ഗംഗ എപ്രകാരത്തിലാണോ നദിയിൽ ഒരു തടസ്സമില്ലാതെ കണ്ട് സദാസമയത്തും നിരന്തരം അജസ്രം ഒഴുകിച്ചേരുന്നത്, അതേപോലെ മാത്രമല്ല അതിൽ വല്ലാത്തൊരു രതി വേണം. മാക്സിമത്തിലുള്ള ഭാവമാണ് ലയം, പൂർണ്ണമായിട്ട് അങ്ങോട്ട് ലയിക്കുന്ന ഒരു ഭാവമാണ് രതി. സുഖത്തിൻ്റെ മാക്സിമം, സച്ചിദാനന്ദം. അതുകൊണ്ടാണ് ഇതിനെ രതി എന്ന് പറയാനുള്ള കാരണം. സ്ത്രീ പുരുഷ അതിനെ രതി എന്ന് പറയാനുള്ള കാരണം പരമ്പര ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളിന്നതിനെ ഭോഗമായിട്ട് കണക്കാക്കി, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ തെറ്റാ, അത് കലിദോഷ. അപ്പോൾ ഈ ഭഗവാനുമായിട്ട് നമ്മുടെ മനസ്സ് ലീനഭാവത്തിലിരിക്കുമ്പോൾ നമ്മൾ പരിസരമൊക്കെ മറക്കും. ഈച്ച വന്നാൽ, കൊതു വന്നാൽ,
പാമ്പ് കടിച്ചാൽ പോലും അറിയില്ല, വിഷമോട്ട് കയറൂല. നമ്മിലേക്ക് വരുന്നതായിട്ടുള്ള ഈ അന്യരുടെ ചീത്ത പറയും, നമ്മൾ പൂജാ സമയത്ത് അല്ലെങ്കിൽ അർച്ചന ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പാരായണത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ആ ആളുടെ വേറൊരാൾ കുറ്റം വന്ന് പറയുകയാണെങ്കിൽ ആ ശബ്ദം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈലിൽ സംസാരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടും, വണ്ടി ഓടിക്കുന്ന ശ്രദ്ധ നഷ്ടപ്പെടും, ആക്സിഡൻറ്റ് പറ്റും. നമ്മൾ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഭാഗവതം മറക്കും. ഇതിൽ പറഞ്ഞതല്ല നമ്മൾ കേൾക്കുക, കാരണം ഇത് എപ്പോഴും കേൾക്കാം, ഇത് യൂട്യൂബിലുള്ളതല്ലേ. ആ വന്ന കാര്യത്തിനോട് ശ്രദ്ധ വന്നു എന്നാ, അപ്പോൾ ഇത് വിട്ടാൽ ബ്രേക്കായി, റെയിലിൽ നിന്ന് മാറി, ഡീറെയിലിംഗ് സംഭവിച്ചു, ആക്സിഡൻറ്റ് പറ്റി. അത് ആ രതിഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. ആ രതിഭാവം ഉണ്ടെങ്കിൽ സകൃത് അസകൃത് ഒരിക്കലുണ്ടായാൽ തന്നെ, ഈ രതിഭാവം ഒരിക്കലുണ്ടായാൽ തന്നെ അതിനോട് എന്നും ഒരു പ്രത്യേകമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അത് അസകൃത് എല്ലായ്പ്പോഴും ഉദ്വഹതാത്, എത്രത്തോളം ഉയർത്താൻ സാധിക്കുമോ അത്രത്തോളം ഉയർത്തട്ടെ. ഈ രതിഭാവം എത്രത്തോളം ഭഗവാനിൽ ചേരുക എന്ന ഈ ഭാവം ഉണ്ടല്ലോ, അപ്പം ഉണ്ടാകുന്ന ആ സച്ചിദാനന്ദം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്തണം. ത്വയി മേ അനന്യ വിഷയ, അങ്ങയിൽ എൻ്റെ മറ്റൊരു വിഷയത്തിൽ എൻ്റെ മനസ്സ് ശരീരം പ്രവൃത്തി ഒന്നും ചെല്ലാത്ത രീതിയിൽ മതിഹി, അങ്ങനെയുള്ള ബുദ്ധി എനിക്ക് തരണം. കാരണം അങ്ങ് മധുപതിയാണ്. മധുപതിയായിട്ടുള്ള അങ്ങയിൽ, മധുപതേ ത്വയി, ആ അഹങ്കാരത്തെ നിശേഷം ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്ന ഭാവ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങിൽ അസകൃത എല്ലായ്പ്പോഴും ഇതേ ബുദ്ധി ഉണ്ടാവണം, രതി കിട്ടുന്ന രീതിയിലുള്ള ബുദ്ധി ഉണ്ടാവണം. രതിം ഉദ്വഹത, എത്രത്തോളം രതിയെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വർദ്ധിക്കുക. അർത്ഥ, അത് നേരിട്ട് എങ്ങനെയൊക്കെയാണോ ഭഗവാങ്കൽ എൻ്റെ ഈ ശ്രദ്ധയെ നേരിട്ട് അങ്ങോട്ട് ചേർന്ന് ലയിപ്പിക്കേണ്ടത് അതേപോലെ ലയിപ്പിക്കുക തന്നെ വേണം. അർത്ഥ, നേരിട്ട് എന്നുള്ള അർത്ഥ. അങ്ങനെ അത് ഉദാഹരണം ഉപമയായിട്ട് പറഞ്ഞു, ഉപമാലങ്കാരാണ്. ഗംഗ ഇവ ഔഖം ഉദന്വതി, ഗംഗ എപ്രകാരത്തിലാണോ ഇതേപോലെ ഗംഗ ഒഴുകുന്നത് പോലെ, അതിൻ്റെ ആ ഒഴുക്ക് തടയാത്തത് പോലെ, ഗംഗ ഒഴുകി ചേരുന്നത് നദിയിലാണ്, ആ നദിയിൽ ലയിക്കുന്നത് പോലെ. ഗംഗ ചേർന്ന് കഴിഞ്ഞാൽ ഗംഗയുടേതായ എല്ലാം വിട്ടു. കലങ്ങിയ വെള്ളമാവാം, ഐസ് ഉരുകി അങ്ങനെയുള്ള മഞ്ഞ് ഉരുകിയതായിട്ടുള്ള വെള്ളമാവാം, അപ്പോൾ അവിടെ ശുദ്ധിയാണ്. കലങ്ങി മറിഞ്ഞാവുമ്പോൾ അത് വേറെയാണ്, നന്നല്ല. നമ്മൾ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ അത് ജഡമാണ്. അപ്പോൾ അതും അതിലുണ്ടാവും, മലം. അതുപോലെ അതിലുള്ള ജലജീവികളുടെ മലങ്ങൾ മുഴുവൻ ഉണ്ടാവും. മരങ്ങൾ, ഇല തൊട്ടുള്ള കാര്യങ്ങൾ, വേറെ ഇല ചീഞ്ഞളിഞ്ഞ് ഉണ്ടാവും. പല അഴുക്കുകളും ഈ നദിയിലുണ്ട്. നമ്മൾ ജനിച്ചന്ന് മുതൽ ഈ മരിക്കുന്നത് വരെയുള്ള ആ സമയത്ത് ചെയ്തതായിട്ടുള്ള പല പ്രവൃത്തികളിലും നമുക്ക് മലം ഉണ്ട്. ആഹാരം കഴിച്ചാൽ മലായി, നല്ലോണം അധ്വാനിച്ച് കഴിഞ്ഞാൽ വിയർപ്പ് മലായി, ചെപ്പിക്കാട്ടമുണ്ട്, കൺപീളയുണ്ട്, കഫായിട്ട് നമുക്ക് പലതും കാണുന്നു, മൂക്കുന്നായാലും വായനായാലും. ഈ കഫ, മലമൂത്ര, രക്തദുഷിച്ച കണ്ണിക്കണ്ടമൊക്കെ ഉണ്ട്. ഇത് മുഴുവൻ മലമാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ചളികൾ മുഴുവൻ ഉണ്ട്. ഇത് മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വരികയാണെങ്കിൽ ഈ മലം അത് കത്തിപ്പോയിക്കോളും. ലവലേശം, ഓരോന്നും ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് പ്രത്യേകം അവസ്ഥാഭേദങ്ങളുണ്ട്. അത് ആ രീതിയിൽ തന്നെ ശുദ്ധമായിക്കോളും. ഖരമാണെങ്കിൽ അതിനെ എങ്ങനെയാണോ ശുദ്ധീകരിക്കേണ്ടത് അങ്ങനെ ശുദ്ധീകരിച്ചോളും. വായുവാണെച്ചാൽ അങ്ങനെ ശുദ്ധീകരിച്ചോളും. ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടേത് എന്ത് പുറത്തേക്ക് പോയാലും അതിന് ദുർഗന്ധമാണ്. അറപ്പോടും വെറുപ്പോടും കൂടിയിട്ട് മാത്രമേ നമുക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ, കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന ആ വാക്കുകൾ നല്ല വാക്കുകളാണെങ്കിൽ ഈ അറപ്പും വെറുപ്പും ഇല്ല. ചീത്ത വാക്കുകളാണെങ്കിലോ കഴിഞ്ഞില്ലേ.
അപ്പം ഇങ്ങനെ ഓരോന്നും നമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ വാക്കൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ അത്ര നല്ലതായിട്ട് വരാൻ സാധ്യതയില്ല. ബാക്കിയുള്ളതൊക്കെ ചീത്തയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ എത്ര മോശക്കാരാണ്. നല്ല വാക്കുകളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മിൽ നിന്നും പുറമേക്ക് വരുന്നത് ഈ വാക്കുകൾ മാത്രമാണ് നന്നായിട്ടുള്ളത് എന്നാണ്. ദാനം കൊടുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മിൽ നിന്നല്ല, പുറമേ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കണം. വാക്ക് അങ്ങനെയല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതേപോലെ നമ്മുടെ കണ്ണ് ഒരു വസ്തുവിൽ ചെന്ന് പതിക്കുമ്പോൾ കാരുണ്യ നോട്ടത്തോടെ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മുടെ നോട്ടം ചെല്ലുന്നതെങ്കിൽ അത് വളരെ കൂടുതൽ അവരിൽ ഒരു ആശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ആ നോട്ടം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാ. നമ്മളൊരാളെ കണ്ടു ഒന്ന് പുഞ്ചിരിച്ചു എന്ന് കൂട്ടുക, ആ പുഞ്ചിരിക്ക് അവരിലുണ്ടാകുന്നതായിട്ട് ആ ഒരു സന്തോഷഭാവം ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാ. ഇങ്ങനെ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്നും പുറമേക്ക് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഇത് നമ്മൾ അറിയുക. അപ്പോൾ നമ്മിൽ നിന്ന് നമ്മളൊരു സജ്ജനമാണ് എങ്കിൽ നമ്മുടെ മേല് തട്ടി വരുന്നതായിട്ടുള്ള കാറ്റ് അവരിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുകയല്ലെങ്കിലും നമ്മിലൂടെയാണല്ലോ അവർക്കൊരാശ്വാസം. നമ്മുടെ ഈ ദേഹം അവർ കാണുമ്പോൾ, അവർക്ക് നമസ്കരിക്കാൻ പറ്റുമ്പോൾ, അവർ തൊടുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഈശ്വരഭാവത്തെയോ ഒരു സമാധാന ഭാവത്തെയോ അവർക്കുണ്ടായി എങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണത്. ഒന്ന് നല്ലോണം ആലോചിക്കുക. നമുക്ക് കൊടുക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. സ്വീകരിക്കാൻ അങ്ങനെയല്ല, ധാരാളം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് പലതും സ്വീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മിൽ നിന്നും വരുന്നത് മുഴുവൻ എന്തായിരിക്കണം? മറ്റുള്ളവർക്ക് ഈശ്വരപ്രാപ്തിക്കുള്ള ഭാവത്തിലെത്തി അവരെ ആ ഈശ്വര അതായത് ജീവാത്മാ പരമാത്മാ ബന്ധം, ഐക്യം, അത് രതി അങ്ങനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ത്വയി മേ അനന്യ വിഷയ മതിഹി, എന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ എത്തിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭഗവാനെ, അങ്ങ് ഈ ഒരു ബുദ്ധി, ഈ മതി അഹങ്കാരത്തെ തീർത്തും ഇല്ലാണ്ടാക്കുന്ന, ഞാൻ അഹം മമ ഉണ്ടല്ലോ, മറ്റേ സ്വകേഷു മേ പാണ്ഡുഷു വൃഷ്ണിഷു, ഈ സ്നേഹം ഉണ്ടല്ലോ, അത് ചിന്തി, സ്നേഹപാശം, അതിനെ ചിന്തി. അതുകൊണ്ട് ഈ ബുദ്ധി എപ്പോഴും ഭഗവാങ്കൽ ചേരുക എന്ന ഒരു താല്പര്യം, ആ ഒരു ബുദ്ധി അസകൃത് എല്ലായ്പ്പോഴും സദാ ഫുൾ ടൈം അജസ്രം, അത് എങ്ങനെ വേണം? രതിയായിട്ട് വേണം. അങ്ങനെ എന്നെ നേരിട്ട് അർത്ഥ ഉദ്വഹത, എന്നെ ഉയർത്തു. എപ്രകാരത്തിലാണോ ഗംഗ ഈ സമുദ്രത്തിൽ ചേരുന്നത് നിർവിഘ്നം, അതേപോലെ ത്വയി മേനന്യ വിഷയ മതിർമധുമതേ സകൃത് രതിമുദ്വഹതാദദ്ധ ഗംഗേവ ഊഖമുദന്വതി. 44-ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണി ഋഷഭാവനിധൃക് രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണസഖ, കൃഷ്ണന്റെ സഖാവല്ല, കൃഷ്ണയുടെ സഖാവ്, അതാണ് കൃഷ്ണസഖ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയ. കുന്തി പറയാണ് കൃഷ്ണയുടെ സഖാവായിട്ടുള്ള ഭഗവാനെ. ഇനി അർജുനന്റെ സഖാവുമാണ്, അർജുനന്റെ പ്രിയ. കൃഷ്ണസഖ എന്നുള്ളത് പാഞ്ചാലിയുടെ സഖാവ് എന്നേ ഞാൻ പറയാറുള്ളൂ. ഇവിടെ ഹേ ശ്രീകൃഷ്ണ അർജുനപ്രിയ, അർജുന പ്രാണപ്രിയ. അർജുനന്റെ പ്രാണനാരാ? പത്നിയാണ്. അർജുനന്റെ പത്നി ആരാ? പാഞ്ചാലിയാണ്. പാഞ്ചാലിയുടെ ഭർത്താവായതുകൊണ്ട് അർജുനന്
അർജുനൻ്റെ പ്രാണൻ എന്ന നിലയ്ക്ക് പത്നിയെ പറയാം. ആ പ്രാണൻ്റെ പ്രിയനാരാ? ഭഗവാൻ കൃഷ്ണൻ. പാഞ്ചാലിക്ക് പ്രിയൻ ആരാ വേണ്ടത്? അർജുനനാണ്. പാഞ്ചാലിക്ക് സഖാവായിട്ട് നിൽക്കുന്നത് കൃഷ്ണനാണ്. അതുകൊണ്ട് അർജുനൻ്റെ പത്നിയായിട്ടുള്ള പാഞ്ചാലിയുടെ പാഞ്ചാലി പ്രിയ, അതാണ് കൃഷ്ണസഖ. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണി വംശത്തിൽപ്പെട്ടതായിട്ടുള്ള വൃഷ്ണി, ഋഷഭ, അവനിധൃക്. ഋഷഭം എന്ന് വെച്ചാൽ ശ്രേഷ്ഠം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വൃഷ്ണികളുടെ അർജുനപ്രിയ, ഹേ വൃഷ്ണികളുടെ വൃഷ്ണി വംശത്തിൻ്റെ മുഴുവൻ അവർ എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക? രാജന്യവംശദഹനാൻ അപവർഗവീര്യ. രാജന്യവംശ രാജാക്കന്മാരാണ് ഇവരൊക്കെ. വീണ്ടും രാജാക്കന്മാരായി. അവർക്ക് സ്വരെ രാജാവകാശം ഉണ്ടായിരുന്നില്ല യാദവർക്ക്. ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് ഈ കംസനെ കൊന്നതിൻ്റെ ശേഷമാണ് അവർക്ക് രാജാധികാരം കൊടുത്തത്. അപ്പോൾ അവരെല്ലാവരും രാജാക്കന്മാരായി. അതുകൊണ്ട് അവർക്ക് ആ ക്ഷാത്രവീര്യത്തെ മുഴുവൻ ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി കുന്തി പറയുന്നതായിട്ടുള്ള രീതിയിൽ ഈ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് എല്ലാ രാജാക്കന്മാരുടെയും വീര്യത്തെ മുഴുവൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവരെ മുഴുവൻ വധിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാവർക്കും അപവർഗം കൊടുക്കപ്പെട്ടു, മുക്തി കൊടുക്കപ്പെട്ടു. അപ്പോൾ ഈ യുദ്ധത്തിൽ എല്ലാവരെയും ഭഗവാൻ മുക്തിയിലേക്ക് എത്തിച്ചു എന്നതും പ്രത്യേകം. അങ്ങനെയുള്ള മുക്തി കൊടുക്കാൻ കഴിവുള്ളതായിട്ടുള്ള അപവർഗ വീര്യത്വം ഭഗവാന് മാത്രമേ ഉള്ളൂ. മുക്തി കൊടുക്കാനുള്ള കഴിവ് ഭഗവാന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ രാജാക്കന്മാരെ മുഴുവൻ ഭഗവാന്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് രാജസൂയാദികളിൽ എല്ലാവരെയും കീഴ്പ്പെടുത്താൻ സാധിച്ചത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാവരെയും വധിക്കാൻ സാധിച്ചത്. ഇത് രണ്ടും ഈ വൃഷ്ണികുലജാതനായിട്ടുള്ള കൃഷ്ണൻ്റെ പ്രത്യേകമായിട്ടുള്ള, അതും പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് എന്ന നാട്യത്തിൽ ഭൂമിയുടെ ഭാരത്തെ ഹരിച്ചതായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ അത് പ്രത്യേകമായിട്ടുള്ളൊരു ഭാവത്തിലാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടത്. കുന്തിയാൽ പറയപ്പെടുന്നത് പാഞ്ചാലിയുടെ സഖാവായിട്ടുള്ള അങ്ങ് ഈ വൃഷ്ണി വംശത്തിൽ പിറന്നുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പല പല ഭാവങ്ങളെയും അങ്ങ് കാണിച്ചു. ഈ രാജ്യത്തെ വിഴുങ്ങുക എന്ന രീതിയിൽ അതാത് രാജാക്കന്മാർ എല്ലാവരും ജനിച്ചത് ഒന്നുകിൽ അസുരന്മാരാണ്, അല്ലെങ്കിൽ രാക്ഷസന്മാരാണ്. അവരെ മുഴുവൻ ചീത്ത പ്രവൃത്തികളാണ് ചെയ്തിരുന്നത്. അവരെ മുഴുവൻ എന്ത് ചെയ്തു? ഭൂമിയിലെ മണ്ണിനോട് ചേർത്തു, അവരെയൊക്കെ വധിച്ചു. പക്ഷേ വധം വെറുതെ ഭഗവാൻ വധിച്ചില്ല. അവർക്ക് ആദ്യമേ തന്നെ മുക്തി കൊടുത്തു. എന്നിട്ട് ആ യുദ്ധത്തിൽ എല്ലാവരെയും വധിപ്പിച്ചു. ഭഗവാനായിട്ട് ആരെയും വധിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരെയും വധിക്കുകയും ചെയ്തു, ഭൂമിയുടെ ഭാരം തീർക്കുകയും ചെയ്തു, അവർക്കെല്ലാവർക്കും മുക്തിയെ പ്രദാനം ചെയ്യുകയും ചെയ്തു. അപ്പം അത്രയും വിശാല ഹൃദയനാണ് ഭഗവാൻ. ഈ അവതാരം കൊണ്ടുള്ള ലക്ഷ്യം തന്നെ അതാണ്, എല്ലാവർക്കും മുക്തിയാണ്. ദ്വാപരത്തിൽ എല്ലാവർക്കും മുക്തി കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ ദ്വാപരം യുഗത്തെ അവസാനിപ്പിച്ചത്. അങ്ങനെയുള്ള രാജന്യ വംശ ദഹനാൻ, ആ രാജവംശത്തിൽപ്പെട്ട എല്ലാവരെയും ദഹിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അപവർഗവീര്യം, എല്ലാവർക്കും മുക്തി കൊടുക്കുക എന്ന വീര്യത്തെ കൂടി ഭഗവാൻ കാട്ടി. അപ്പോൾ വൃഷ്ണികുലത്തിൽ ജനിച്ചു, അവർക്ക് മാത്രമല്ല മുക്തി കൊടുത്തത്, ഭൂമിയുടെ ഭാരം തീർത്ത ഓരോ സന്ദർഭത്തിലും അവർക്കൊക്കെ മുക്തി കൊടുത്തു. അതുകൊണ്ടാണ് ഈ ബാലലീലയിൽ പങ്കെടുത്ത അസുരന്മാർക്കൊക്കെ മുക്തി കൊടുത്തു, ഗോപന്മാർക്ക് അവർക്ക് എല്ലാവർക്കും മുക്തി കൊടുത്തു. അവർക്ക് എപ്പോഴാണ് മുക്തി കൊടുത്തത്? എപ്പോഴാണോ ഭഗവാൻ പറഞ്ഞു വെച്ചാൽ അപ്പോഴാണ് അവർക്ക് കൊടുത്തത്. അസുരന്മാർക്ക് അപ്ലൈ കൊടുത്തു. രാജസൂയത്തിൽ പങ്കെടുത്തവർക്കൊക്കെ മുക്തി കൊടുത്തു. എപ്പോഴാണോ ഭഗവാൻ വിട്ടുപോകുന്നത് അപ്പോഴാണ് ഓരോരുത്തർക്കും മുക്തി കൊടുത്തത്. അതേപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചവർക്കൊക്കെ മരിക്കണതിൻ്റെ മുന്നേ മുക്തി കൊടുത്തു. എന്നിട്ടാണ് അവരെ വധിപ്പിച്ചത്.
അങ്ങനെയുള്ള ഗോവിന്ദ, കാരണം ഈ ഒരു മനസ്സിനെ കൊടുത്തതും ഭഗവാനാണ്. ആശ്രയിക്കുക എന്ന ഭക്തിഭാവം കൊടുത്തതും ഭഗവാനാണ്. വിരോധിക്കുക എന്ന ശിശുപാലൻ്റെ ആ മനസ്സിനെ കൊടുത്തതും ഭഗവാനാണ്. ദുര്യോധനായാലും ജരാസന്ധനായാലും കംസനായാലും ഈ ശിശുപാലനായാലും അവരൊക്കെ കൃഷ്ണദ്വീടാണ്. രുക്മിയെ പോലും, ഭാര്യയുടെ സഹോദരൻ പോലും, രുക്മി പോലും കൃഷ്ണദ്വീടാണ്. അപ്പോൾ ആ ഭാവം കൊടുത്തതും ഭഗവാനാണ്. അങ്ങനെയുള്ള ഗോവിന്ദൻ ഈ ഗോക്കളെ മുഴുവൻ വിന്ദനം ചെയ്തതായിട്ടുള്ള ഭഗവാൻ. ഗോദ്വിജ പശുക്കൾക്ക്, ബ്രാഹ്മണർക്ക്, സുരന്മാർക്ക്, ആർത്തിഹരന്മാർക്ക് എനിക്കത് തരൂ, എനിക്കിത് തരൂ, ഇങ്ങനെയുള്ള ഭാവത്തിൽ അവരുടെയൊക്കെ മുഴുവൻ എന്ത് ചെയ്തു? ഇതൊന്നും ഇനി വേണ്ട, ദുഃഖത്തെ തീർത്തു. ആർത്തിഹരൻ എന്നുള്ള അർത്ഥം ദുഃഖം തീർത്തു കൊടുക്കുന്നവനാണ് ആർത്തിഹരൻ. ദുഃഖഹന്താവാണ്. അപ്പോൾ ആർത്തിഹരനായിട്ട്, അവതാര പുരുഷനായിട്ട്, ആർത്തിഹര അവതാര പുരുഷനായിട്ട് യോഗേശ്വര, യോഗിയായിട്ടുള്ള ഭഗവാൻ സാക്ഷിയായിട്ട് മാറി നിന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നാരായണ എന്നാണ് കൊടുക്കുക. ഇവിടെ യോഗീശ്വര എന്നാണ് കൊടുത്തത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാൻ യുദ്ധം ചെയ്തിട്ടില്ല, ഭഗവാൻ ആയുധം എടുത്തിട്ടില്ല. അർജുനനെ കൊണ്ട് വധിപ്പിച്ചേ ഉള്ളൂ. ഭഗവാന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. സാക്ഷിയായിട്ട്, അന്തര്യാമിയായിട്ട് മാറി നിൽക്കുക എന്ന അർത്ഥത്തിലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് യോഗേശ്വര, അഖില ഗുരു, ഇതെല്ലാം കണ്ട് പഠിച്ചോളൂ. ഗുരുസ്ഥാനത്താ ഭഗവാൻ. ഭഗവൻ നമസ്തേ, അങ്ങയ്ക്ക് ഞാൻ എന്താ നമസ്കാരം പറയണം. ശ്രീകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ, ശ്രീക്ക് അധിപതിയായിട്ടുള്ള ഭഗവാനെ, ശ്രീ ഭഗവാനിൽ നിന്നേ നമുക്ക് കിട്ടുള്ളൂ. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. കകാര കമലാകാന്ത, രകാര രമൈദീതി, ഷകാരോ ഷഡ്ഗുണവതി ഭഗവാൻ, അകാരോ അഗ്നിഭുക്ക്, നകാരോ ഭഗവാൻ സ്വയം, വിസർഗോ നരനാരായണ. അങ്ങനെയുള്ള ആ ഭഗവാൻ ശ്രീക്ക് അധിപതിയാണ്. ആ ശ്രീകൃഷ്ണൻ, ഈ പാഞ്ചാലിയുടെ സഖാവായിട്ടുള്ള ശ്രീകൃഷ്ണൻ, വൃഷ്ണി വംശത്തിൽപ്പെട്ടതായിട്ടുള്ള ശ്രീകൃഷ്ണൻ, ഋഷഭനായിട്ടുള്ള ശ്രീകൃഷ്ണൻ, ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീകൃഷ്ണൻ. അതേപോലെ ഈ അവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം അല്ലെങ്കിൽ ഭൂമി. അവനിധൃക്ക്, അതിനങ്ങോട്ട് വിഴുങ്ങുക, അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ഭരിക്കുക. ഭഗവാന്റെ പ്രത്യേകതയാണ്. രാജ്യത്തെ മുഴുവൻ, ഭൂമിയെ മുഴുവൻ, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഭഗവാൻ ഭരിച്ചു. ദേവന്മാരെ ഭരിച്ചു, ബ്രാഹ്മണരെ ഭരിച്ചു, എല്ലാവരെയും ഭരിച്ചു. എങ്ങനെ ഭരിച്ചു? ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കീഴ്പ്പെടുത്തുക എന്നതല്ല. ബ്രാഹ്മണരെ നമസ്കരിക്കുകയാണെങ്കിൽ അതും ഒരു ഭരണമാണ്. അവർക്ക് ദാനാദികൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്നതൊരു ഭരണമാണ്. നമ്മൾ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്പ്പെടുത്തി ഭരിക്കുക എന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അത് തെറ്റാ. വേണ്ട രീതിയിൽ വേണ്ടതിനെ വേണ്ട പോലെ ആക്കുക എന്നതാണ്. വേണ്ടത് വേണ്ട പോലെ, വേണ്ടപ്പോൾ വേണ്ടത്ര, ഇതാണ് ഭരണം. സൂര്യൻ എപ്രകാരത്തിലാണോ പ്രകാശം എല്ലാവർക്കുമായിട്ട് കൊടുക്കുന്നത്, ജലത്തെ സ്വീകരിച്ചുകൊണ്ട് മഴയായിട്ട് എല്ലാവർക്കുമായിട്ട് കാർമേഘത്തെ വേണ്ട രീതിയിൽ എല്ലാ ദിക്കിലും കൊടുക്കുന്നത്, രാജാവ് ടാക്സ് പിരിച്ചിട്ട് എല്ലാവർക്കുമായിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നത് എങ്ങനെ, അതേപോലെ ഭഗവാൻ എല്ലാവരിൽ നിന്നും എന്തൊക്കെയാണോ സ്വീകരിക്കേണ്ടത് അത് വീതിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭരണകർത്താവാണ് അവനിധൃക്ക്. അതേപോലെ രാജന്യ വംശ ദഹനാൻ, അനവധി രാജാക്കന്മാരെ വധിപ്പിച്ചു, കത്തിച്ച് കളഞ്ഞു, ഭൂമിയുടെ ഭാരത്തെ തീർത്തു. അപവർഗവീര്യനാണ്, മുക്തി കൊടുക്കുകയും ചെയ്തു, എല്ലാവർക്കും മുക്തി കൊടുത്തു. അങ്ങനെയുള്ള ഗോവിന്ദ, ഇതെല്ലാം വിന്ദനം ചെയ്തതാരാ? ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് ആ ഭഗവാനെ ഗോ പശു, ദ്വിജ ബ്രാഹ്മണര്, സുര ദേവന്മാര്, ആർത്തിഹരനായിക്കൊണ്ട് ഓരോരുത്തരുടെയും ചില ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കി തീർത്ത ആ ഭഗവാൻ അവതാര സ്വരൂപനായിക്കൊണ്ട് ശ്രീകൃഷ്ണനായിട്ട് വന്നു. അങ്ങനെയുള്ള യോഗേശ്വരനായിട്ടുള്ള ഭഗവാനെ, അഖില ഗുരു, എല്ലാവർക്കും ഗുരുസ്ഥാനത്തിരിക്കുന്ന ഭഗവാനെ, ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണി ഋഷഭ അവനിധൃക്, വൃഷ്ണി ഋഷഭ അവനിധൃക്, വൃഷ്ണി ഋഷഭ അവനിധൃക്, വൃഷ്ണി ഋഷഭ അവനിധൃക്, രാജന്യവംശദഹനാൻ അപവർഗവീര്യ, ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹര അവതാര, യോഗേശ്വര അഖില ഗുരോ
ഭഗവൻ നമസ്തേ. അപ്പോൾ ഈ ശ്രീകൃഷ്ണനായിട്ടുള്ള അർജുനപ്രിയനായിട്ടുള്ള വൃഷ്ണികളുടെ സംഘത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭൂമിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ നശിപ്പിച്ചതായിട്ടുള്ള അഗ്നിസ്വരൂപനായിട്ടുള്ള വ്യാഖ്യാതാവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ദഹിപ്പിച്ചതായിട്ടുള്ള എന്ന അർത്ഥത്തിലാണ്. ക്ഷയം വരാത്തതായിട്ടുള്ള വീരപ്രഭാവമുള്ള അല്ലയോ ഗോവിന്ദ, പശുക്കളെ, ബ്രാഹ്മണരെ, ദേവന്മാരെ ഇവരുടെ എല്ലാ സങ്കടങ്ങളെയും തീർത്തതായിട്ടുള്ള ഭഗവാനെ, അതാത് സമയത്ത് അവതാരങ്ങൾ സ്വീകരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഇപ്പോൾ ശ്രീകൃഷ്ണ സ്വരൂപനായിട്ടാണ് വന്നത്. അങ്ങനെയുള്ള യോഗേശ്വര, എല്ലാവർക്കും ഗുരുവായിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് ഞാനിതാ നമസ്കാരം പറയുന്നു എന്ന് കുന്തിദേവി അവിടെ സ്തുതി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കുന്തിദേവിയുടെ ഈ സ്തുതി വളരെ പ്രധാനമാണ്. എപ്പോഴാണോ ഈ ഭഗവാൻ യാത്രയാവാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ മുതൽ ഈ നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം ആയിട്ടുള്ള ആ ഭഗവാനെ 18ാമത്തെ ശ്ലോകം തൊട്ട് ഈ 44ാമത്തെ ശ്ലോകം ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണ ഋഷഭാവനിധൃഗ് രാജന്യവംശദഹനാൻ അപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇങ്ങനെ 44ാമത്തെ ശ്ലോകം വരെയുള്ള ആ സ്തുതി നാം തന്നെയാണ് കുന്തി എന്ന് ധരിക്കുക. എന്നിട്ട് ഭഗവാനെ ഈ പ്രാർത്ഥനയോട് കൂടിയിട്ട് സ്തുതിക്കുക. നമ്മുടേതായിട്ടുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ ഇല്ലാണ്ടാക്കണേ, നശിപ്പിച്ചു തരണേ. ഈ ഭൂമിയെ വിഴുങ്ങുക എന്നൊരവസ്ഥയാണ് നമുക്കുള്ളത്, ഈ നെഗറ്റീവ്സേ. അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള അതിനെക്കൊണ്ട് നിർമ്മിച്ചായിട്ട് സപ്തധാതുക്കളാൽ വിന്യസിച്ചപ്പെട്ടായിട്ടുള്ള ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ജീവൻ തെറ്റുകൾ ചെയ്യാതെ കണ്ട് സാത്വിക മാർഗത്തിലേക്ക് എത്തിക്കണേ. അതിനുള്ള ഭഗവാനുമായിട്ട് യോജിപ്പിക്കുകയാണ് യോഗി. അതാണ് യോഗീശ്വരൻ. അതിൻ്റെ ഈശ്വരനാണ് യോഗീശ്വരൻ. അപ്പോൾ ഈ യോഗത്തെയാണ് നമുക്ക് തരേണ്ടത്. അത് ക്ഷേമമാവുമ്പോൾ എന്നും നിലനിർത്തുക. ഈശ്വരനും ഞാനുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ, ഒരു ബന്ധമുണ്ടായിരിക്കുക. അത് മാക്സിമത്തിൽ രതിം ഉദ്വഹത, അത് മാക്സിമത്തിൽ ലയം ചേർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഭാവത്തിലും കുന്തിസ്തുതി ആരാണോ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അവർക്ക് ഞാൻ എൻ്റെ എന്ന ഭാവത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് അതിൻ്റെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുള്ള വ്യംഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാവാർത്ഥമായിട്ടുള്ള സ്തുതിയുടെ ഫലം അതാണ് അതുകൊണ്ട് കിട്ടുക. കുന്തി സ്തുതിച്ചു എന്നല്ല, ഞാനാണ് സ്തുതിക്കുന്നത്. അപ്പോൾ ഈ എൻ്റേതായിട്ടുള്ള അഹമ്മമ തീരാൻ ഇത്രയും നല്ലൊരു സ്തുതി വേറെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ ഇതിനെ ആശ്രയിക്കുക. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണം. എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർ പറയുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഭാഗവതത്തെ ആ രീതിയിലാണ് കാണേണ്ടത് എന്നും വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ.